എൻ്റെ ഡെയ്സി ചെടി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാ ഈ ഡെയ്സി ചെടി. നമുക്ക് ഈ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് കുറേ ഡെയ്സി ചെടികളെ പിടിപ്പിക്കാം. അതെങ്ങനെയുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹൈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലുമായിട്ടാട്ടോ. നടിയിൽ നിന്ന് അത് പച്ചക്കറിയല്ല, പൂച്ചെടിയാ. ഇപ്പം പൂക്കളുടെ ഒരു വസന്തകാലാണല്ലോ. മഴയൊക്കെ ഒന്ന് കുറഞ്ഞു എന്ന് പറയാം. ഇപ്പം നല്ല മഞ്ഞാ. അപ്പം മഞ്ഞിൽ നല്ല രസമാണ് പൂക്കൾ കാണാൻ. അപ്പം നമുക്ക് പൂക്കളെ പിടിപ്പിക്കാൻ നല്ലൊരു ടൈമും ഇത് തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു പൂച്ചെടിയുണ്ട്, ഡെയ്സി. ഞാൻ ഡെയ്സി അങ്ങോട്ട് കാണിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എനിക്കും അതുപോലെ തന്നെയാണ്. ഡെയ്സിൻ്റെ കളർ അത്രക്കും ഒരു കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു കുളിർമ. എന്ത് രസമാണെന്നറിയാം കാണാൻ, നല്ലൊരു കളറുമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വരിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഡെയ്സി ചെടി തന്നെ അങ്ങ് പിടിപ്പിച്ച് എങ്ങനെ ഇരിക്കും, നല്ല ഭംഗി ഉണ്ടാവില്ലേ? അപ്പം ഞാൻ ഡെയ്സി പുതിയ തൈകൾ ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ ഡെയ്സി ചെടി കാണിച്ചു തരാം. അതുപോലെ തന്നെ ഡെയ്സി ചെടീൻ്റെ പുതിയ ചെടികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ നഴ്സറിയിലൊക്കെ പോയാൽ ഡെയ്സി വിൽപ്പനയ്ക്ക് ഉണ്ടാവും. ഡെയ്സി പലതരം കളറുണ്ട്, പക്ഷെ എൻ്റെ ഡെയ്സിക്ക് ഒരു പ്രത്യേകതരം നല്ലൊരു കളറാണ്. അപ്പം വരി നമുക്ക് ഡെയ്സി ചെടി കാണാം, ഡെയ്സി പൂവിട്ടിരിക്കുന്നത് കാണാം, ഡെയ്സി എങ്ങനെയാണ് പുതിയ ചെടികൾ പിടിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരാം കേട്ടോ. എന്നാ വരി. ഇതാണ് എൻ്റെ ഡെയ്സി ചെടി. ഡെയ്സി ചെടീൻ്റെ പൂക്കൾ കണ്ടാണല്ലോ, എനിക്കും അങ്ങനെ തന്നെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ മൊട്ടാട്ടോ, അത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു വിധം വിരിഞ്ഞ് റെഡിയായി. ഞാൻ നിങ്ങൾക്ക് ഡെയ്സി ചെടിയെ ഞാൻ അടുത്ത് വെച്ച് കാണിച്ചു തരാം. നല്ല ഭംഗിയാ, നല്ല അടിപൊളിയാ. ഇതുപോലെ അങ്ങ് ഡെയ്സി ചെടി പൂക്കൾ ഉണ്ടാക്കിയാലുണ്ടല്ലോ, നമ്മൾ വേറെ ഒന്നും വേണ്ട, ബാക്കി എല്ലാവരും തോറ്റുപോകും ഈ ഡെയ്സി പൂക്കളെ മുമ്പിൽ. ഇതിൻ്റെ കളറ് അത്രക്ക് സൂപ്പറാ, നല്ല അടിപൊളി കളറാ. അപ്പം ഞാൻ വിചാരിച്ചു കുറേ അങ്ങ് ഉണ്ടാക്കട്ടെ എന്നുള്ളത്. എൻ്റെ അടുത്ത് ജെറേനിയ, കടലാസ് പൂവ്, ബോഗൺവില്ല, മെലസ്റ്റോമ ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് എനിക്ക് ഇതിമേലൊക്കെ എൻ്റെ കണ്ണു പോവുക. അപ്പം ഞാൻ ഇതിൽ നിന്നല്ല, ഞാനവർ വേറൊരു ചെടി എടുക്കുക അതേപോലെയുള്ള, എന്നിട്ട് ഞാൻ പുതിയ ചെടികളെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ ഡെയ്സിൻ്റെ പൂക്കളെ രാവിലെ എഴുന്നേറ്റ് നനച്ച് കഴിയുമ്പോൾ ഞാൻ കുറേ നേരം നോക്കി നിൽക്കും. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഈ കളർ ഇങ്ങനെ കാണുമ്പോൾ. ഏത് പ്രായക്കാർക്കും കണ്ണിനൊരു കുളിർമയാണ്. കണ്ടില്ലേ, നല്ലൊരു കളറ്. ഇത് വേറൊരു ഡെയ്സി പ്ലാന്റ് ആണിത്. ഇതൊക്കെ സമയം കഴിഞ്ഞു, പൂവൊക്കെ ഇട്ട് സമയം കഴിഞ്ഞു. ഞാൻ കുത്തു കൊടുക്കല, അതിനും ഒരു താങ്ങ് ആവശ്യമാണ്. ഇതിനുണ്ട് താങ്ങ് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ഒടിഞ്ഞു. അപ്പം ഇത്രയും ഭംഗിയുള്ള പൂക്കൾക്ക് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? അത്രയ്ക്ക് നമുക്ക് സന്തോഷം തരുന്നില്ലേ? ഇപ്പം ഞാൻ ഈ മദർ പ്ലാന്റ് നിന്നാണ് ഞാൻ വേറെ ഒരു ചെടിയെ പിടിപ്പിക്കുന്നത് കേട്ടോ. അനങ്ങുന്നുണ്ട്. അപ്പം ഞാൻ പിടിപ്പിക്കുന്നത്, ഇതിൻ്റെ മുമ്പ് ഞാൻ 2 ആഴ്ച മുമ്പ് ഞാൻ ഇതിൻ്റെ ചെറിയ ഒരു തയ്യല്ല, ഒരു കമ്പെടുത്തിട്ട് ഞാൻ നട്ട് പിടിപ്പിച്ച് കാണിച്ചു തരാം. പ്ലാവിൻ്റെ ഇലയിലായിരുന്നു. പ്ലാവിൻ്റെ ഇലേൻ്റെ ഒക്കെ സമയം കഴിഞ്ഞ് പഞ്ചറായി. എന്നോട് കണ്ണു പെട്ടില്ല, പല ചെടിയും നടുകയല്ലേ. എന്നിട്ട് ഞാൻ നോക്കാതായിപ്പോയി, എനിക്ക് സങ്കടമായിപ്പോയി. നിറച്ച് വേരുകൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്താ പ്ലാവിൻ്റെ ഇലയൊക്കെ എല്ലാം കഴിഞ്ഞു, സമയം തെറ്റി. ഇതാ കണ്ടോ വേരുണ്ടായത്, നിറയെ വേരാ. അപ്പം ഞാൻ ഇത് വെയിലത്തായിപ്പോയി. ഇത് ഞാൻ നടാൻ പോകട്ടോ. ഞാൻ പിടിപ്പിക്കുന്നതും കാണിച്ചു തരാം. ഇത് പടുത്ത് പിടിപ്പിച്ചതാണ്. ഇതിനും താഴെ വേര് വരുന്നുണ്ട്. ഇതിന് കുഴപ്പമില്ല. ഞാനൊക്കെ പ്ലാവിൻ്റെ ഇലയിലാണ് പിടിപ്പിക്കുന്നത്, കാരണം ഊരി എടുക്കണ്ട, നമുക്ക് ഇതേപോലെ കൊണ്ടുപോയി നടാം. ഇതന്നെ ഒരു ജൈവാണല്ലോ. പ്ലാവിൻ്റെ ഇലയും ഈർക്കിളിയും കിട്ടാത്തവരില്ലല്ലോ. അപ്പം ഞാൻ വീണ്ടും ചെയ്യുന്നത്, ഇത് നടുന്നതും അങ്ങനെ തന്നെയാണ്. പുതിയ ചെടി ഉണ്ടാക്കാൻ ഞാൻ വെക്കുന്നതും പ്ലാവിൻ്റെ ഇല കൊണ്ടുവച്ചിട്ടുണ്ട്, ഈർക്കിളിയും. അത് രണ്ടും നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അത് കിട്ടാത്തവരില്ലല്ലോ. നമുക്ക് ഒന്നും അറിയില്ല, കൃഷി ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറയുന്നവർക്കില്ലേ, ഓർക്കിത് നല്ല വിദ്യ. ഇങ്ങനെ എടുക്കുക, പ്ലാവിൻ്റെ ഇല ഒന്നും കൂടി വലുതെടുക്കായിരുന്നു, ഞാൻ ചെറുതെടുക്കുക. ഇങ്ങനെ കുമ്പിള് കുത്തുക. ശരി, ഓട്ടം നിന്നോട്ടെ.
കുമ്പിള് കുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ പിടിപ്പിച്ചാലുണ്ടല്ലോ നമുക്ക് ഭൂമിയെ തന്നെ രക്ഷിക്കാം. ഞാനിങ്ങനെയൊക്കെ പിടിപ്പിക്കുമ്പോൾ എനിക്ക് കമൻറ്റ് വരും, നിങ്ങളെ തല ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ, മറ്റ് രാജ്യക്കാരെ കൊണ്ടുപോയി തല കൊണ്ടോ. ഭയങ്കര രസകരമായ കമൻ്റ് കേട്ടോ. എനിക്കിഷ്ടമായിരുന്നു, ഞാനൊന്നും പറയില്ല. എന്നാ ഇങ്ങനെ കുമ്പിള് കുത്തുക, എന്നിട്ട് കുമ്പിള് കുത്തി മണ്ണ് നിറച്ച് ഇതിൽ നിന്ന് ഞാൻ ഒന്ന് വലിച്ചൂരി എടുക്കുന്നൊക്കെ കാണിച്ചു തരാം. ഇതിന് ഇനിയിപ്പോൾ ഈ താങ്ങ് വേണ്ട, ഈ താങ്ങിൻ്റെ ആവശ്യം കഴിഞ്ഞു. വലിച്ചൊന്നും എറിയേണ്ട, താങ്ങ് ഇനിയും വേണ്ടി വരും. ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് മണ്ണും കൊണ്ടുവന്നതാ. മണ്ണൊക്കെ താഴെ നിന്ന് എടുക്കുക, മണ്ണ് നിറക്കുക. ഞാൻ എങ്ങനെയാണ് പിടിപ്പിച്ചതെന്ന് കാണിച്ചിരുന്ന കേട്ടോ. ഇതിൻ്റെ അടിയിൽ നിന്ന് വേരോട് കൂടി ഇങ്ങോട്ട് എടുക്കും ഞാൻ. കമ്പ് നട്ടാലും ഉണ്ടാവും, ഒരു പ്രയാസവും. ഇത് നിറച്ച് ചുറ്റും കുറേ ഇതുണ്ടായിട്ടുണ്ട്. ഇതാ വലിച്ചൂരിങ്ങെടുക്കല കണ്ടോ തൈ. ഇവിടെ ഈ തൈ നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അങ്ങനെ 2-3 ഒരാഴ്ച കഴിഞ്ഞാൽ ആ വേരും ഈ മണ്ണിലൊക്കെ ഒന്ന് യോജിച്ചിട്ട് വേരോട്ടൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തും. മണ്ണിൽ ഉറച്ച് നിന്നിട്ട് നമുക്ക് കൊണ്ടുപോയി നടാം. അതാ ഇങ്ങനെ അങ്ങ് നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ഈ കൂർപ്പോണ്ട് തേടി നിൽക്കൂല. അതിനുള്ള മാർഗ ഈ ചെടിച്ചട്ടിൻ്റെ ഉള്ളിൽ ചെടിച്ചട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുന്നത്. വേറെ ഒന്ന് മണ്ണ് നിറച്ച്, നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും വേണ്ട, അങ്ങനെ മതി. ഇതൊക്കെ ജൈവാണല്ലോ നമുക്ക് വേണ്ടത്. എന്താ വേറെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചൂരി എടുത്തുക. വേരുണ്ട്, വേരോട് കൂടെയാ. ആ വേറൊന്നവിടെ ഉറച്ച് നിൽക്കാനാ. ചെടി വെച്ചിട്ട് മണ്ണിടുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്ററാ. അപ്പം ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അറിഞ്ഞോട്ടെ. ഇന്നലെ എനിക്ക് മെസ്സേജ് ഇട്ടു, നിങ്ങൾ എന്ത് വളമാണ്, നിങ്ങൾ എങ്ങനെ ചെടി നടുന്നത്, നിങ്ങൾ എവിടുന്ന് അത് ചെടി വാങ്ങുന്നത് ഒക്കെ. ഞാൻ വാങ്ങുന്നത് പിന്നെ ഇതിൻ്റെ മുമ്പ് എനിക്കൊരു മറുപടി വന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കാബേജ് ഇനി വാങ്ങണ്ട, നമുക്ക് കാബേജ് ഇങ്ങനെ ഉണ്ടാക്കാം. കാബേജ് വിളവെടുത്തിട്ട് അതിൻ്റെ കുറ്റി അവിടെ വെച്ചാൽ മതി. ആ കുറ്റിന്ന് നമുക്ക് കാബേജ് ഇങ്ങനെ ചുറ്റും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ വിട്ടു. അപ്പോൾ ഒരാൾ കമൻറ്റ് വെച്ചതാണ്, നിങ്ങൾക്ക് കാബേജ് ഫസ്റ്റിൽ എവിടുന്ന് കിട്ടിയെന്ന്. അത് ഞാൻ തോറ്റു കേട്ടോ. ആ മറുപടീൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു. കാരണം ഫസ്റ്റിൽ ഞാൻ വാങ്ങിയതാ. അപ്പം ഞാൻ തിരുത്തുകയാണ്, ഫസ്റ്റിൽ 1 വാങ്ങിയാൽ മതി, പിന്നെ നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ ഡെയ്സി 1 വാങ്ങിയാൽ മതി, പിന്നെ വാങ്ങണ്ട. പിന്നെ നമുക്ക് അതുപോലെ തന്നെ മെലസ്ട്രോമി ഒന്നും. അപ്പം ഞാൻ 3 തൈ ഉണ്ടാക്കി. ഇനി ഞാൻ ഉണ്ടാക്കി മണ്ണോട് ചേർന്ന തൈ ഉണ്ടല്ലോ, നമുക്ക് അതിൻ്റെ ഉള്ളിലേ വെക്കാൻ പറ്റില്ല, കൂർപ്പ് സമ്മതിക്കൂല, ഇങ്ങനെ അങ്ങ് വീഴും. ഞാനിനി അടുത്തത് ഇനി ഞാൻ പെർമനൻ്റ് ആയിട്ട് ഒരു ചട്ടിയിൽ നടാൻ പോകുക കേട്ടോ. ആ നടുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. തൈ ഉണ്ടാകുന്നപ്പോൾ പഠിച്ചല്ലോ. എൻ്റെ അടിയിൽ നിന്ന് എടുക്കുക, പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തി മണ്ണ് നിറച്ചിട്ട് എൻ്റെ അടിയിൽ നിന്ന് വലിച്ചൂരുന്നൊന്നും വേണ്ടേ, ഒരു മയത്തിലൊക്കെ എടുക്കണം. എടുത്തിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച വേണ്ട. അപ്പം ഇതിനേക്ക് വേരൊക്കെ ചുറ്റും വന്ന് ഉറപ്പിലാണ് നിൽക്കും. അപ്പം നമുക്ക് അതെടുത്ത് മണ്ണിൽ കൊണ്ടുപോയി ഞാൻ കുഴിച്ചിട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും അറിയണ്ട, നമ്മളൊന്നും അറിയണ്ട, ഉണ്ടായിക്കോളും എന്നുള്ളത് 100-ൽ 100 ഞാൻ ചെയ്യുന്നതാ. ഇതൊക്കെ എങ്ങനെയാ ഇനി ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തുണ്ടാക്കിയ കുറേ ചെടികൾ. ഇത് എൻ്റെ മദർ പ്ലാന്റ് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഇത് ഇനിയിപ്പോൾ കുറേ തൈയുണ്ട്, ഞാൻ വേറെ നടാനാണ്. ഇത് ഞാൻ എടുത്തു വെക്കട്ടെ. അങ്ങനെ പിടിപ്പിച്ചതാണ് ഇത്. കണ്ടോ, നിറയെ മുട്ട. ഒന്നങ്ങനെ എന്താ അങ്ങനെ പിടിപ്പിച്ചതായത് 2. ഇതൊക്കെ ഇവിടെ മാറ്റി നിർത്തട്ടെ. ഇതാ 3. എനിക്കങ്ങനെ കുറേ ഉണ്ട്. എന്താ 4 നിറച്ചി മുട്ട. ഇതിങ്ങ് വിരിവ് എങ്ങനെ ഉണ്ടാവും, എനിക്ക് ചിന്തിക്കാനാകുന്നില്ല. എന്താ ഇവിടെ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ പേടിയാ. എൻ്റെ ചട്ടി വൃത്തിയാക്കി കഴിഞ്ഞില്ല, എന്നെ ദേഷ്യം പിടിക്കരുത്. എല്ലാം കൂടി ആകുമ്പോൾ അത് മടുത്തു പോവുക. പിന്നെ ഞാൻ ചെറുപ്പക്കാരിയൊന്നും അല്ലല്ലോ, ആവേശം കൊണ്ടങ്ങ് നട്ടുവിടുക. കൃഷിയോടുള്ള നടിയിൽ തലക്ക് പിടിച്ചത് കൊണ്ട് അങ്ങ് നടുകയെന്നേ ഉള്ളൂ. ഇതൊക്കെ നിറച്ച് മുട്ട. അതിൽതാ മുട്ട ഞാൻ ഇങ്ങനെയാണ് നട്ടുണ്ടാക്കിയത് കേട്ടോ, ഇങ്ങനെയാണ് നട്ടത്. ഇനി ഞാൻ ഇത് ഉണ്ടാവാൻ എന്തൊക്കെ പോട്ടി മിക്സാന്നുള്ളത് ഇനി അടുത്ത് കാണിക്കുന്നത്. പുതിയ ചെടി ഞാൻ നടുന്നത് ഇതാ ഈ പോട്ടിലാണ്. കറുപ്പ് പോട്ട ഏറ്റവും രസം.
ഇത് ആ കളറാണല്ലോ പൂവിന്. ഇപ്പം ഞാൻ ഈ പോട്ട് എൻ്റെ പഴയതാണ്. ഞാൻ നിങ്ങൾ എന്നെ ദേഷ്യം പിടിക്കുന്നതിനൊക്കെ നല്ലോണം തേച്ച് കഴുകി വൃത്തിയാക്കിയതാ. വൃത്തിയാക്കിയാൽ എനിക്ക് നല്ല കാര്യമോ. അപ്പം ഞാൻ ഈ ആദ്യം പോട്ടി മിക്സി ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇതിടും ചകിരി എൻ്റെ ബെഡ് പൊളിച്ചതിൻ്റെ, ഞാൻ എപ്പം പറയുന്നുണ്ട് എൻ്റെ ബെഡ് പൊളിച്ചതിൻ്റെതാണ് എന്നുള്ളത്. ഞാൻ പച്ചക്കറി നടുപോലെ തന്നെയാണ് ഇതും നടല്. പിന്നെ ഞാൻ കുറേ കരിയില, എന്നോട് ഒരു കമൻറ്റിൽ ഞാൻ കണ്ട് കരിയില എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്. ഈ കരിയില എന്ന് പറഞ്ഞാൽ എന്താ, ഇല ഉണങ്ങി താഴെ വീഴുന്നത്. ലാവിൻ്റെ എല്ലാ ചെടീൻ്റെ ഇല താഴെ ഉണങ്ങി വീഴൂരേ, അതിനാണ് കരിയില എന്ന് പറയുന്നത്. കരിയില നല്ലൊരു വളം എന്ന് പറഞ്ഞാൽ, ഇത് കരിയിലിട്ട് ഇത് വളമായി മാറിക്കഴിഞ്ഞാൽ മണ്ണായി മാറും. ഇതൊക്കെ മണ്ണായി മാറും. മണ്ണായി മാറിയാൽ പാറ പോലെ ഉറക്കൂര, നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെതാ ഞാൻ പിന്നെ ഗ്ലൗസ് ഇട്ടിട്ടില്ല. ഗ്ലൗസ് ഇടുന്നതിന് മുമ്പേ ഇത് പിന്നെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എടുക്കുമ്പോൾ ഗ്ലൗസ് ഇട്ടിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പണിയെടുക്കാൻ ഇങ്ങനെ പച്ച കയ്യാണ് ഇഷ്ടം, ഭയങ്കര പാടാ. ഇതുണ്ടെങ്കിൽ എൻ്റെ ചെടി ഒന്ന് മാറ്റട്ടെ, കാലിനുമ്പോ തടിയാ. കുറഞ്ഞ സ്ഥലമുള്ളൊരു ഞാനില്ലേ ഈ ചെടി ഹാങ് ചെയ്തിട്ടുണ്ട്, ഹാങ്ങും ചെയ്തു. എനിക്ക് അങ്ങനെയാ, ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ ചെടീനെ ഞാൻ വിടൂര. എന്ത് സംഭവം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, ഇഷ്ടപ്പെട്ടാ പിന്നെ എന്താ. ഞാൻ ചകിരി നിറയെ പിന്നെ കരിയിലിട്ട്, പിന്നെ കുറച്ച് മണ്ണും ഇട്ട്, ഇത് കുറച്ച് ഞങ്ങൾ ഇരിക്കൂ, ഇത് അമരൂ നനച്ച് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് വീണ്ടും കരിയിലും മണ്ണും ഒക്കെ ഇട്ടാൽ വേറൊന്നും ഞാൻ ഇടലില്ല. അപ്പം ഞാൻ നടാൻ വഴുകിപ്പോയ ചെടിയില്ലേ, എന്താ ഇത് നടാൻ വഴുകിപ്പോയതാണ്. ക്ഷമിക്ക പാപ, ഈ ചെടീനെ ഞാൻ മൈൻഡ് ചെയ്യില്ല. ഇത്രയും നല്ല ചെടീനെ ഇന്നിപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തതാ. ഇപ്പം ഞാൻ നടാൻ പോവുക കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ഉഷാറുണ്ടാവട്ടെ, എല്ലാവരും സന്തോഷിപ്പിക്കാൻ കഴിയട്ടെ. ഇവിടെ വരുന്നവർക്കൊക്കെ ഡെയ്സി ചെടി കണ്ടിട്ട് ഒരു അത്ഭുത, എന്ത് രസാത് ഇവിടുന്ന് വാങ്ങിയും ചോദിക്കാത്തവരില്ല. ഇപ്പം വെയിൽ വന്ന് നിങ്ങൾക്ക് ഞാൻ ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പൂക്കളൊക്കെ ശരിക്കും കാണുന്നുണ്ടോ, എന്താ സ്ഥിതി? വെയിൽ വന്നിട്ടുണ്ട്. വെയിൽ വന്നാൽ കഴിഞ്ഞു. ഈ ചെടിക്ക് തന്നെ വെയിൽ കൊണ്ടിട്ട് ഒരു കുഴപ്പമില്ല, അതിന് വേര് പിടിച്ചതാ, മണ്ണോട് വേര് യോജിച്ചതാ. അതാ ഇത് തീരെ വെയിറ്റില്ല. അപ്പം വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റി വെക്കാം. നമുക്ക് എപ്പോൾ റീ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒക്കെ നമുക്ക് നല്ല സുഖമാണ് മാറ്റി വെക്കാൻ. പിന്നെ ഈ ഡേയ്സിൻ്റെ വേര് നെട്ടോട്ടോടും, കാരണം അത് മണ്ണ് പാറ പോലെ ഉറക്കൂര. ഇത് നല്ല സോഫ്റ്റാണ്, കരിയിലിട്ടാണല്ലോ, നല്ല വളുവാണ്. ഇപ്പം കരിയിലിനോട് എന്തെല്ലാം ഗുണമുണ്ട് അറിയാം. നമ്മളെ മുറ്റം റോഡ് സൈഡൊക്കെ അടിച്ചു വാരി കരിയിലങ്ങ് എടുക്കും, അവിടെ വൃത്തി. ഞമ്മക്കാണെങ്കിൽ പൈസ കൊടുക്കേണ്ട നല്ല വളം. പൂക്കൾക്കാണെങ്കിൽ എന്ത് സുഖമെന്നാണ്, പൂക്കളെ വേരുകൾ അങ്ങനെ ഓടുക നെട്ടോട്ടോ. അങ്ങനെ ജലവും ലവണങ്ങളൊക്കെ വലിച്ചിട്ട് കമ്പിനും ഇലകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ, മുട്ട്, ഇതൊക്കെ എന്താ ഭ്രാന്ത് പിടിച്ച പോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാ. അയ്യോ എന്തോരം ഇഷ്ടമായി എനിക്ക് ചെടീന്നറിയോ. ഉമ്മ വെക്കാൻ തോന്നുന്നു കെട്ടിപ്പിടിച്ചിട്ട്, നല്ലതാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ചെടികളും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട്. ഇപ്പം ഒന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതും വേര് പിടിച്ചതാണ്. ഇത് ഞാൻ പിന്നെ നടുന്നത്, നിങ്ങളെ കാണിച്ചു തന്നതാ ഞാൻ നടുന്നത്. അപ്പോൾ നടിയിൽ കണ്ടല്ലോ, ചെടി കണ്ടു, പുതിയ തൈ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തന്നു. പിന്നെ താങ്ങ് കാണിച്ചിരുന്നു, താങ്ങൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. താങ്ങ് കെട്ടി വെക്കുക കുറച്ച് വലുതായി കഴിഞ്ഞാൽ. പിന്നെ പുതിയ ചെടിയെ നടുന്ന് കാണിച്ചു തന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കാനുള്ള സൂത്രം പറഞ്ഞു തന്നില്ലേ, എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു തന്നു. ഞാൻ മണ്ണ് എന്ന് പറഞ്ഞാൽ സാധാ മണ്ണാട്ടോ. ഞാനൊന്നും ഒരു പൈസയും ഞാൻ പൈസ കൊടുത്ത് വളം വാങ്ങാറില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ, നമുക്ക് വീടും പരിസരവും വൃത്തിയാവും. നമ്മളെ വീട്ടുകാരെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, വളം വാങ്ങിത്തരി തന്നെ ഒരു ശല്യം ചെയ്യണ്ട. നമ്മൾ മനസ്സ് വെച്ചാൽ, വീട്ടമ്മ മനസ്സ് വെച്ചാൽ ഇഷ്ടം പോലെ പച്ചക്കറി ഉണ്ടാക്കുക, ഇഷ്ടം പോലെ പൂക്കളെ പിടിപ്പിക്കുക. പിന്നെ വീടും പരിസരവും നല്ല ഭംഗിയിൽ നിർത്തുക. നമുക്ക് വീടും പരിസരവും ഭംഗിയിലും നല്ല പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മാനസിക ഉല്ലാസം തന്നെ നമുക്കൊരു ആരോഗ്യം വരും. ഇപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ അടിച്ച് വരുമ്പോൾ ഭംഗി കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം, ആ ദിവസം തന്നെ ഹാപ്പി ആയിരിക്കും.
അപ്പോൾ ഞാൻ ചെയ്യും പോലൊക്കെ നിങ്ങൾ ചെയ്ത് അങ്ങൾക്കും ഇങ്ങനെ ഒക്കെ ഉണ്ടാവും കേട്ടോ. 100% ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ ഞാനിത് ഇന്ന് മാറ്റി വെച്ചാൽ ഞാൻ ഇത് കഴിഞ്ഞു, ഈ ഒന്ന് നടൽ കഴിഞ്ഞു. ഈ ചെടി നടുന്നതും ചെറിയ തളിര് പൊട്ടിച്ചിട്ട് പ്ലാവിൻ്റെ ഇലയിൽ മണ്ണ് നിറച്ച് കുത്തി വെച്ചാൽ അവിടെ വേര് വരും. അങ്ങനെ നമുക്ക് ധാരാളം ചെടികൾ പിടിപ്പിക്കുക. ഈ ഒരൊറ്റ മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് ലക്ഷക്കണക്കിന് തൈകൾ പിടിപ്പിക്കുക. ഇതിൻ്റെ വില നിങ്ങൾ നഴ്സറിയിൽ നിന്ന് പോയി ചോദിച്ചു നോക്കി, ഇതിൻ്റെ വില കണ്ടാങ്ങൾ ഞെട്ടും. അപ്പോൾ ഞാനിതാ ചെറിയ ചെറിയ തളിര് കുറേ തൈ പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചട്ടിയിലും പിടിപ്പിച്ചിട്ടുണ്ട്. ചട്ടിയിലൊക്കെ എൻ്റെ പൂവിട്ട് തുടങ്ങി. ഇത് വലിയ മരമായിട്ട്, അത് പിന്നെ മരമായിട്ട് നിന്നോട്ടെ, തണലായിട്ട് എൻ്റെ ആന്തോറിയത്തിനൊക്കെ തണലായിട്ട് ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാ. കണ്ടത് പൂവിട്ടത്, യോ എന്തൊരു ഭംഗിയാലേ. അപ്പോൾ എൻ്റെ ഡെയ്സി ചെടി നടയിൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.